നമുക്കറിയാം നോമ്പ് പലതരത്തിലുണ്ട്. 3 നോമ്പുണ്ട്, 8 നോമ്പുണ്ട്, 15 നോമ്പുണ്ട്, പിന്നെ 50 നോമ്പുണ്ട്, 25 നോമ്പുണ്ട്. 25 നോമ്പ് വരെയൊക്കെ എല്ലാവർക്കും എടുക്കാനായിട്ട് ഒരുപാട് ഇഷ്ടമാണ്. പക്ഷേ 50 നോമ്പെന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ഇച്ചിരി മടിയാണ്. കാരണം 50 ദിവസം ഇത്രയും പിടിച്ചു നിൽക്കാമെന്ന് പറയുന്നത് എളുപ്പമില്ല അച്ഛാന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. പലരും ഈ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ നോമ്പെടുക്കാനായിട്ട് മടി കാണിക്കുന്നത് കുട്ടികളുടെ പേര് പറഞ്ഞുകൊണ്ടാണ്. മാതാപിതാക്കൾ പറയും, പിള്ളേർക്ക് ഇറച്ചിയും മീനൊന്നും ഇല്ലാണ്ട് പറ്റില്ല അച്ഛാ, അതുകൊണ്ടാണ് ഞങ്ങൾ വീട്ടിൽ ഇറച്ചിയും മീനൊക്കെ വാങ്ങണേ. പിന്നെ മക്കൾക്ക് ഭക്ഷണം വെച്ച് കൊടുക്കുമ്പോൾ വെന്തോന്ന് നോക്കാനായിട്ട് ഞാനും ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ നോക്കും. അങ്ങനെ എൻ്റെ നോമ്പും പോവും. അങ്ങനെയാണ് നമ്മുടെയൊക്കെ വീടുകളിലെ നോമ്പിൻ്റെ അവസ്ഥ, ചിലരുടെ വീടുകളിലെങ്കിലും. പിന്നെ കുറേ പേര് പറയാറുണ്ട്, ഭക്ഷണത്തിൽ നോമ്പെടുക്കുന്നതിൽ മാത്രമല്ല കാര്യമുള്ളത്, മറിച്ച് മനസ്സ് നന്നായാൽ മതി എന്ന് കുറേ പേര് പറയാറുണ്ട്. ആ ഒരു വാദം പൂർണ്ണമായിട്ടും ശരിയല്ല. കാരണം ഭക്ഷണത്തിൽ നോമ്പെടുക്കുന്നതിലും വലിയ കാര്യമുണ്ട് പ്രിയപ്പെട്ടവരെ. ശരീരത്തിൽ നമ്മൾ നോവെടുത്ത് പ്രാർത്ഥിച്ചാൽ, ശരീരത്തിൽ നമ്മൾ വേദനിച്ച് പ്രാർത്ഥിച്ചാൽ അതിൻ്റെ ഫലം നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഞാനത് ഏതാനും ചില ഉദാഹരണങ്ങളോട് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. ആദ്യമേ തന്നെ നമ്മൾ പോകുന്നത് പുറപ്പാട് പുസ്തകത്തിലേക്കാണ്. പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ മോശ ഇസ്രായേൽ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. 17-ാം അധ്യായത്തിൽ ജോഷുവയുടെ നേതൃത്വത്തിലുള്ള ഇസ്രായേൽ ജനം അമലേക്യരുമായിട്ട് ചെയ്യുന്ന യുദ്ധമുണ്ട്. ആ അമലേക്യരുമായി ചെയ്യുന്ന യുദ്ധത്തിൽ മോശയാണ് ഇസ്രായേൽ ജനത്തിന് മുഴുവൻ വേണ്ടി പ്രാർത്ഥിക്കുന്നത്. 11-ാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു: മോശ കരങ്ങൾ ഉയർത്തിപ്പിടിച്ചപ്പോഴെല്ലാം ഇസ്രായേൽ വിജയിച്ചുകൊണ്ടേയിരുന്നു, കരങ്ങൾ താഴ്ത്തിയപ്പോഴെല്ലാം അമലേക്യർക്കായിരുന്നു വിജയം. എന്ന് വെച്ചാൽ മോശ വലിയ ത്യാഗത്തോടെ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഇസ്രായേൽ വിജയിച്ചു. മോശ തൻ്റെ ശരീരത്തിൽ സഹിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഇസ്രായേലിന് വലിയ വിജയമുണ്ടായി. മോശയുടെ കരങ്ങൾ എപ്പോഴാണോ തളർന്നു പോയത്, മോശയുടെ കരങ്ങൾ എപ്പോഴാണോ ക്ഷീണിച്ചു പോയത്, അപ്പോൾ ഇസ്രായേൽ തോറ്റുപോവുകയാണ്. അതുകൊണ്ട് എന്താണ് ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്? മോശയുടെ കരങ്ങൾ ഉയർന്നപ്പോൾ വലിയൊരു ദൈവിക ഇടപെടലാണ് അവിടെ സംഭവിക്കുന്നത്. മോശ തൻ്റെ ശരീരത്തിൽ സഹനങ്ങളെ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ വലിയൊരു ദൈവിക ഇടപെടലാണ് പ്രിയപ്പെട്ടവരെ അവിടെ സംഭവിച്ചതെന്നുള്ളതാണ്. രണ്ടാമതായിട്ട് ഞാൻ നിങ്ങൾ കൊണ്ടുപോകുന്നത് ദാനിയേലിൻ്റെ പുസ്തകത്തിലേക്കാണ്. ദാനിയേലിൻ്റെ പുസ്തകത്തിൽ ദാനിയേൽ ഇങ്ങനെ ഉപവസിക്കുന്നതായിട്ട് ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 10-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. വചനം ഇപ്രകാരം പറയുന്നു: ദാനിയേൽ എന്ന ഞാൻ 3 ആഴ്ചക്കാലത്തേക്ക് വിലാപം ആചരിച്ചു. തുടർന്ന് പറയുകയാണ്, 3 ആഴ്ചക്കാലം മുഴുവൻ ഞാൻ രുചികരമായ ഭക്ഷണം കഴിക്കുകയോ മാംസവും വീഞ്ഞും ആസ്വദിക്കുകയോ സുഗന്ധലേപനം നടത്തുകയോ ചെയ്തില്ല എന്നാണ് പറയുന്നത്. ഭക്ഷണം പൂർണ്ണമായി ഒഴിവാക്കിയെന്നല്ല പറയുന്നത്, പക്ഷേ കഴിക്കുന്ന ഭക്ഷണത്തിൽ അല്ലെങ്കിൽ ശരീരത്തിൻ്റെ മറ്റ് ആവശ്യങ്ങളിൽ വലിയ മിതത്വം അദ്ദേഹം കാത്തു സൂക്ഷിച്ചു എന്നാണ് പറയുന്നത്. നമ്മൾ ശരീരത്തിൻ്റെ ആവശ്യങ്ങളിൽ നമ്മൾ കാണിക്കേണ്ട മിതത്വത്തെക്കുറിച്ചാണ് ഈ ദാനിയേൽ പ്രവാചകൻ പങ്കുവയ്ക്കുന്നത്. അതുകൊണ്ട് ദാനിയേലും തൻ്റെ ശരീരത്തിൽ ഉപവസിച്ച് പ്രാർത്ഥിച്ചപ്പോൾ, മിതത്വം അനുസരിച്ച് ജീവിതം ക്രമപ്പെടുത്തിയപ്പോൾ പ്രിയപ്പെട്ടവരെ വലിയ മാറ്റമാണ് സംഭവിക്കുന്നത്. തുടർന്ന് ദൈവം തന്നെ നേരിട്ട് ദാനിയേലിന് പ്രത്യക്ഷപ്പെടുകയാണ്. ജനക്കൂട്ടം മുഴുവൻ നിന്നിട്ടും ദാനിയേൽ മാത്രമാണ് ദൈവത്തെ മുഖാഭിമുഖം കാണുന്നതാണ് വചനം പറയുന്നത്. ഞാൻ മാത്രം ഈ ദർശനം കണ്ടു, 7-ാമത്തെ വാക്യം. തുടർന്ന് ഈ ദൈവം ദാനിയേലിനെ വിളിക്കുന്നൊരു വചനമുണ്ട്. എങ്ങനെയാണ്? 11-ാമത്തെ വാക്യം: എൻ്റെ ഏറ്റവും പ്രിയങ്കരനായ ദാനിയേലേ, എൻ്റെ ഏറ്റവും പ്രിയങ്കരനായ ദാനിയേലേ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഉപവസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, ശരീരത്തിൽ വേദനിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, സഹനങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ടവരായി മാറുന്നു എന്നുള്ളതാണ് ദാനിയേൽ പ്രവാചകന്റെ ജീവിതം നമ്മൾ ഓർമ്മിപ്പിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് ദാനിയേലിനെ പോലെ ശരീരത്തിൽ ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ, ത്യാഗമെടുത്ത് പ്രാർത്ഥിക്കാൻ നമുക്കും സാധിക്കട്ടെ എന്നുള്ളതാണ് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നത്. തുടർന്ന്
12-ാമത്തെ വചനം ഇങ്ങനെയാണ് പറയുന്നത്: ദാനിയേലേ, നീ ദൈവത്തിൻ്റെ മുമ്പിൽ നിന്നെ തന്നെ എളിമപ്പെടുത്താൻ തുടങ്ങിയ ദിവസം മുതൽ നിന്റെ പ്രാർത്ഥന കേൾക്കപ്പെട്ടിരിക്കുന്നു. നമ്മുടെയൊക്കെ പ്രാർത്ഥന കേൾക്കാനായിട്ടുള്ള ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് നമ്മളെ തന്നെ എളിമപ്പെടുത്തുക എന്നുള്ളതാണ്. നമ്മുടെ ജീവിതക്രമത്തിൽ ഒരു മിതത്വം പാലിക്കുക, ഉപവസിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വീണ്ടും ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് ലൂക്കായുടെ സുവിശേഷത്തിലേക്കാണ്. ലൂക്കായുടെ സുവിശേഷത്തിൽ ഗത്സമനിയിൽ പ്രാർത്ഥിക്കുന്ന ഈശോയെ നമ്മൾ കാണുന്നുണ്ടല്ലോ. അവിടെ വചനം പറയുന്നു, 41-ാമത്തെ വാക്യം: അവൻ അവരിൽ നിന്ന് ഒരു കല്ലേറ് ദൂരം മാറി മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിച്ചു. ഈശോ എന്താണ് പ്രാർത്ഥിച്ചത്? പിതാവേ, ഈ പാനപാത്രം എന്നിൽ നിന്ന് അകറ്റണമേ, എങ്കിലും എൻ്റെ ഹിതമല്ല നിൻ്റെ ഹിതം നിറവേറട്ടെ. ഈശോയും വലിയ ത്യാഗത്തോടെയാണ് പ്രാർത്ഥിക്കുന്നത്, അല്ലേ? മുട്ടിന്മേൽ നിന്നാണ് പ്രാർത്ഥിക്കുന്നത്. വലിയ ത്യാഗം ആ ശരീരത്തിൽ ഈശോ ഏറ്റെടുക്കുന്നുണ്ട്. ശിഷ്യന്മാരുടെ കൂടെയാണ് ഈശോ പോയത്, പക്ഷേ ശിഷ്യന്മാരൊക്കെ കിടന്ന് ഉറങ്ങിപ്പോയി. ഈശോയും ഉറക്കം വരുന്നുണ്ട്, ഈശോയ്ക്കും വലിയ ക്ഷീണമുണ്ട്. നമുക്കറിയാം, ആ ഒരു അവസ്ഥ അറിയാം, ഗത്സമനിയിലുള്ള അവസ്ഥ. പക്ഷേ എല്ലാ ക്ഷീണവും എല്ലാ ഭാരവും മാറ്റിവെച്ചിട്ടാണ് ഈശോ പിതാവുമായിട്ടുള്ള ഗാഢമായ വ്യക്തിപരമായ ബന്ധത്തിൽ ഈശോ പ്രാർത്ഥിക്കുന്നുള്ളതാണ് വലിയൊരു കാര്യം. അപ്പോൾ നമ്മൾ വിചാരിക്കും, ഈശോ ഉപവസിച്ച് പ്രാർത്ഥിച്ചല്ലോ, അല്ലെങ്കിൽ ഈശോ ത്യാഗമെടുത്ത് ഗത്സമനിയിൽ പ്രാർത്ഥിച്ചിട്ടും എന്തുകൊണ്ടാണ് ഈശോയുടെ പ്രാർത്ഥന കേൾക്കാതെ പോയത് എന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ടാവും. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥന കേൾക്കാതെ പോയിട്ടില്ല. ഒരു പക്ഷേ ജീവിതത്തിലെ പാനപാത്രം മാറിപ്പോയില്ലെങ്കിലും ഒരു മാലാഖയെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ. ഈശോയുടെ പ്രാർത്ഥന അവസാനിച്ചപ്പോൾ വചനം പറയുന്നു, അവനെ ശക്തിപ്പെടുത്താൻ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ പ്രത്യക്ഷപ്പെട്ടു. അവനെ ശക്തിപ്പെടുത്താൻ സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ പ്രത്യക്ഷപ്പെട്ടു. ദൈവം ഒരു മാലാഖയെ അയക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ഉപവസിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ വലിയൊരു പ്രതിഫലനമാണ്, ഒരു എഫക്റ്റാണ് ഒരു മാലാഖയെ അയച്ചത്. ഈശോ ആശ്വസിപ്പിക്കുകയാണ് ആ മാലാഖ. തുടർന്ന് വചനം പറയുന്നു, അവൻ തീവ്രവേദനയിൽ മുഴുകി കൂടുതൽ തീക്ഷ്ണമായി പ്രാർത്ഥിച്ചു. അവൻ്റെ വിയർപ്പ് രക്തത്തുള്ളികൾ പോലെ നിലത്തു വീണു. അതുകൊണ്ട് ഈശോയും നമുക്ക് വലിയ മാതൃക തന്നിട്ടുണ്ടല്ലോ. 40 ദിനരാത്രങ്ങളാണ് ഈശോയും ഉപവസിച്ച് പ്രാർത്ഥിച്ചതെന്നുള്ളതാണ്. വീണ്ടും നമുക്കറിയാം, ഈ യോനാ പ്രവാചകനെ കുറിച്ച് അറിയാം. അദ്ദേഹം പോയ നിനവേ നഗരമുണ്ടല്ലോ, ആ നിനവേ നഗരത്തിലെ ജനങ്ങളോട് കുറേ വട്ടം പറഞ്ഞു, അല്ലേ, നിങ്ങൾ അനുതപിക്കണം. അവർ ആവർത്തിച്ച് പറഞ്ഞപ്പോൾ പിന്നീട് അവർ ഈ യോനാ പ്രവാചകന്റെ വാക്കുകൾ കേട്ട് ഈ നിനവേയിലെ മുഴുവൻ ജനങ്ങളും, രാജാവും ജനങ്ങളും ഉൾപ്പെടെ ചാക്കുടുത്ത് ചാരം പൂശി ഉപവസിക്കുന്നതായിട്ട് നമ്മൾ വചനത്തിൽ വായിച്ച് കേൾക്കുന്നുണ്ട്. എന്താണ് സംഭവിച്ചത്? ചാക്കുടുത്ത് ചാരം പൂശിയ പ്രാർത്ഥിച്ച ആ ജനത്തെ, നിനവേ നഗരത്തെ മുഴുവൻ വലിയ തകർച്ചകളിൽ നിന്നാണ് ദൈവം രക്ഷിച്ചത് എന്നുള്ളത് നമുക്കറിയാം. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കുടുംബങ്ങളിലും നമ്മൾ ഉപവസിച്ച് പ്രാർത്ഥിച്ചാൽ, നമ്മൾ ത്യാഗമെടുത്ത് പ്രാർത്ഥിച്ചാൽ, നമ്മൾ ശരീരത്തിൽ വേദനിച്ച് പ്രാർത്ഥിച്ചാൽ, അതിൻ്റെ കൃപ നമ്മുടെ വ്യക്തി ജീവിതത്തിലും നമ്മുടെ കുടുംബങ്ങളിലും നമ്മളായിരിക്കുന്ന ദേശത്തും ഒക്കെ ദൈവം സമൃദ്ധമായി ഒഴുക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആദ്യം പറഞ്ഞില്ലേ, അതായത് ഭക്ഷണത്തിൽ നോമ്പെടുക്കുന്നത് കൊണ്ട് മാത്രം കാര്യമില്ല, മനസ്സ് നന്നായാലും മതി, പോരാ. മനസ്സ് നന്നായാൽ മാത്രം പോരാ, ഭക്ഷണത്തിലും കൂടെ നോമ്പെടുക്കുന്നത്, ശരീരത്തിലും കൂടെ സഹിച്ച് പ്രാർത്ഥിക്കുന്നത് വലിയൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഉണ്ടാകുന്ന എഫക്റ്റ് സാധാരണ ഇതിലുള്ള പ്രാർത്ഥനയിൽ നിന്ന് വ്യത്യാസമുണ്ട്. നമ്മൾ സാധാരണ പ്രാർത്ഥിക്കുന്നതിൽ നിന്നും ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നതിൽ നിന്നും വലിയ വ്യത്യാസങ്ങളുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ നിയോഗങ്ങളൊക്കെ നമ്മളൊന്ന് ഉപവസിച്ച് പ്രാർത്ഥിച്ച് നോക്കിയേ, വലിയ അത്ഭുതങ്ങളാണ് സംഭവിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ആഴ്ച അട്ടപ്പാടി സിഹിയോണിൽ വൈദികരുടെ ധ്യാനത്തിൽ പങ്കെടുത്തു. ബഹുമാനപ്പെട്ട ബിനോയ്സിനാണ് ക്ലാസ്സുകൾ നയിച്ചത്. അപ്പോൾ അച്ഛൻ്റെ ജീവിതത്തിലെ വലിയ അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. അച്ഛനും അച്ഛൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും കാര്യം നടക്കാണ്ടാവുമ്പോൾ അച്ഛൻ ഉപവസിച്ച് പ്രാർത്ഥിക്കും. പെട്ടെന്ന് അതിൻ്റെ എഫക്റ്റ് കിട്ടുമെന്ന് അച്ഛൻ പറയായിരുന്നു. അതുകൊണ്ട് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ 3 മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ കല്ലിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നവരുണ്ട്, ചരലിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നവരുണ്ട്, വേദനിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട്. പ്രിയപ്പെട്ടവർ, അതുകൊണ്ടൊക്കെ ഉണ്ടാകുന്ന എഫക്റ്റ് എന്ന് പറയുന്നത് ചെറിയ എഫക്റ്റ് അല്ല, വലിയൊരു
പ്രതിഫലമാണ് തമ്പുരാൻ നമുക്ക് നൽകുക.